പഠനത്തിനോടൊപ്പം തന്നെ ജോലിയും ചെയ്തിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിൽ വെച്ച് 28-ാം തീയതി അപകടമുണ്ടായത്. വളരെ നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ജാസ്ലിയെ തട്ടിത്തെറിപ്പിച്ച ശേഷം നിർത്താതെ വാഹനം പോകുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതിവേഗതയിലായിരുന്നു വാഹനം വന്നിരുന്നത്. വാഹനം നിർത്താതെ പോയിരുന്നു. അതിലെ പ്രതിയായ ഡോക്ടർ 6ാം നാൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു, ഡോക്ടർ സിറിയക്. നമ്മളോടൊപ്പം വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഡോക്ടർ സിറിയക്കിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞ 6 ദിവസമായി കഴിഞ്ഞിരുന്നില്ല. മകനെ പിതാവ് ഒളിപ്പിക്കുന്നു എന്ന പേരിൽ ഡോക്ടർ സിറിയക് ജോർജിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അങ്കമാലിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇയാളെ വാഗമണ്ണിൽ വെച്ച് പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ JK, ഇപ്പോൾ ഡോക്ടർ സിറിയക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അത് ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള വിമർശനം. ഒപ്പം തന്നെ യുവജന സംഘടനകളൊക്കെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. കാരണം ആദ്യഘട്ടത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണവും ഈ ഒരു മരണത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വളരെ നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. റോഡിന്റെ അരികിലൂടെ നടന്നു വരികയായിരുന്നു ജസ്ലിയ. ഈ സമയത്ത്